സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. വി.ഡി. സതീശ മേനോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അധികാരത്തിൽ കയറിയപ്പോൾ എനിക്ക് ഭയങ്കര അധികം സ്നേഹമുണ്ടായിപ്പോയി ഈ മനുഷ്യനോട്. കാരണം അദ്ദേഹം അധികാരത്തിൽ കയറിയിട്ട് ആദ്യം തന്നെ ജനങ്ങളോട് പറഞ്ഞത് എനിക്ക് പിണറായി വിജയന്റെ കറുത്ത കാറ് വേണ്ട എന്ന് മാത്രമല്ല, എനിക്ക് ഏതെങ്കിലും കാറ് മതി, ഞാൻ അങ്ങനത്തെ ഒരാളൊന്നുമല്ല എന്നാ. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര അധികം സന്തോഷമുണ്ടായി കേട്ടോ. പിണറായി വിജയൻ എന്താണ് കറുത്ത കാറ് വാങ്ങിക്കുന്നു, അത് വെളുപ്പാക്കുന്നു, വെളുത്ത കാറ് വാങ്ങിക്കുന്നു, കറുപ്പാക്കുന്നു, സംരക്ഷണം ഏൽപ്പിക്കുന്നു, 40 കാറ് മുമ്പിലും 40 കാറ് പുറകിൽ എന്നൊക്കെയായിരുന്നു. വി.ഡി. സതീശൻ അതാ വീണ്ടും പറയുന്നു, മറന്നുപോയി, വി.ഡി. സതീശ മേനോൻ, ക്ഷമിക്കൂ, അതാണല്ലോ പുതിയ പേര്. എന്തായാലും വി.ഡി. സതീശ മേനോൻ മുഖ്യമന്ത്രി പറയുന്നു, എനിക്ക് ഇങ്ങനെയൊന്നും വേണ്ടെന്നേ, ചെലവ് ചുരുക്കലിന്റെ ഭാഗമായിട്ട് എനിക്ക് ഇങ്ങനെയൊന്നും വേണ്ടെന്നേ, എനിക്ക് അങ്ങനെയൊന്നും വേണ്ട. എന്തു വേണ്ട? എനിക്ക് മുമ്പിലും പുറകിലൊന്നും എസ്കോട്ടൊന്നും വേണ്ട. പറഞ്ഞ് നാവെടുത്തില്ല, പിറ്റേ ദിവസം അത്ര 20 വാഹനങ്ങളുമായിട്ട് അദ്ദേഹം പോകുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ഇതൊന്നും അദ്ദേഹത്തിന്റെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ലല്ലോ, അതെല്ലാം സുരക്ഷാ ഏജൻസികളല്ല തീരുമാനിക്കേണ്ടത്, എത്ര വാഹനം വേണം വേണ്ട എന്നൊക്കെ. ശരിയാണ്, അത് സുരക്ഷാ ഏജൻസികളാണ് തീരുമാനിക്കേണ്ടത് എന്ന് ഞാൻ പറയുമ്പോൾ അത് പിണറായി വിജയനും ബാധകമാണ് കേട്ടാ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അദ്ദേഹവും മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ സുരക്ഷ തീരുമാനിക്കുന്ന ഇദ്ദേഹം മാത്രമല്ല, അത് സുരക്ഷാ ഏജൻസികളാണ്, അത് കേന്ദ്ര ഗവൺമെന്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊരു കാര്യമാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി പിണറായി വിജയൻ നെഞ്ചത്ത് കയറാൻ കുത്തിക്കരുത്. എൻ്റെ മനസ്സിലാക്കുന്ന കാര്യം, അങ്ങനെ ചെലവ് ചുരുക്കലിന്റെ ഭാഗമായിട്ട് ഇദ്ദേഹം വീണ്ടും പറയുന്ന കാര്യം എന്താ, മന്ത്രിമന്ദിരങ്ങളൊന്നും മോടി പിടിപ്പിക്കേണ്ടതാണ്. അപ്പത്ര പിറ്റേ ദിവസം വേറൊരു വാർത്ത വരുന്നു, 3.5 കോടി രൂപ, 4.5 കോടി രൂപയ്ക്ക് എല്ലാ മന്ത്രിമന്ദിരങ്ങളും മോടി പിടിപ്പിക്കലല്ല കേട്ടോ, മോടി പിടിപ്പിക്കലല്ല, അറ്റകുറ്റപ്പണി. പുതിയ ഭാഷ അതാണ്, മാധ്യമങ്ങളുടെ പുതിയ ഭാഷ അങ്ങനെയാണ്, അറ്റകുറ്റപ്പണി. മോടി പിടിപ്പിക്കുക എന്നുള്ള പദം എപ്പോഴാണ് വരിക എന്നറിയോ? അത് പിണറായി വിജയൻ അടക്കമുള്ള LDF-കാർ ഭരിക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള അറ്റകുറ്റപ്പണികൾ നടത്തുമ്പോൾ അത് മോടി പിടിപ്പിക്കൽ. മന്ത്രിമന്ദിരം എന്താണ്, സമ്പന്നമാക്കൽ, ഇനി വേറെ എന്തെങ്കിലും വാക്കണ്ട, മന്ത്രിമന്ദിരം സുന്ദരമാക്കൽ, ഗ്ലാമറാക്കൽ, മോടി പിടിപ്പിക്കൽ, അത് മതി. മന്ത്രിമന്ദിരം മോടി പിടിപ്പിക്കൽ എന്നുള്ള വാക്ക വരിക. അത് നേരെ ഏതെങ്കിലും UDF മന്ത്രിമാർ ഭരിക്കുമ്പോൾ അപ്പോൾ വാക്കുകളൊക്കെ മാറും. അപ്പോൾ മോടി പിടിപ്പിക്കുക എന്നുള്ള വാക്ക് പറയുമ്പോൾ അത് പൈസ ദൂർത്തടിക്കല്ലേ എന്ന് മാധ്യമങ്ങൾക്ക് തോന്നും. അപ്പോൾ അവരതിനങ്ങോട്ട് ചുരുക്കും, മയമുള്ളൊരു വാക്കാക്കി പറ്റും. അങ്ങനെ എന്ത് ചെയ്യും? അതിനെ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ വാക്കായിട്ട് മാറും അല്ലേ? മോടി പിടിപ്പിക്കലല്ല, എന്താ, അറ്റകുറ്റപ്പണി. അങ്ങനെ ഭയങ്കര വാക്കുകളൊക്കെ ഭയങ്കര മാറ്റം ഉണ്ടാവും. അങ്ങനെ വാഹനങ്ങളൊക്കെ പഴയതൊക്കെ മതി എന്നാണ് പറയുക. പഴയ വാഹനത്തിന് എന്താ പ്രശ്നം എന്നല്ല ചോദിക്കുക, പഴയതൊക്കെ മതി. എൻ്റെ സുഹൃത്തുക്കളെ, പിണറായി വിജയൻ ഗവൺമെന്റിലും ഉള്ള മന്ത്രിമാർ പഴയ വാഹനങ്ങളൊക്കെ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അവരാരെങ്കിലും വണ്ടി മാറ്റിയതിനെ കുറിച്ച് നിങ്ങൾ വല്ല വാർത്തയും കേട്ടിരുന്നോ? ഇല്ലെന്ന്. ആകെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ട്, നമ്മുടെ പിണറായി വിജയന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് വാഹനം മാറ്റാൻ പറഞ്ഞ് മാറ്റി. നമ്മുടെ വി.ഡി. സതീശൻ മേനോൻ സാർ തന്നെ പറഞ്ഞായിരുന്നു, എന്താണ്, ഈ വാഹനം മാറ്റുന്നത് കൊണ്ട് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല, ഒരു വാഹനം വാങ്ങിക്കാനുള്ള പൈസ ഒക്കെ നമ്മുടെ ഖജനാവിലുണ്ട്, അതൊന്നും വലിയ ചെലവൊന്നല്ല, എന്നാൽ അതൊന്നും വേണ്ട. ചുരുക്കി പറഞ്ഞ ആകെ മൊത്തം ചെലവ് ചുരുക്കല്, തിന്നുന്നതിൽ ചെലവ് ചുരുക്കല്, യാത്രയിൽ ചെലവ് ചുരുക്കല്, വീടുകൾ മോടി പിടിപ്പിക്കുക, അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ടുള്ള ഈ ചെലവ് ചുരുക്കൾ, ആകെ മൊത്തം ചെലവ് ചുരുക്കൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ മുമ്പിലേക്ക് ഒരു വാർത്ത വന്നത്. ഇതൊന്ന് വായിച്ചു നോക്കി. കണ്ടില്ലേ? ഞാൻ വായിച്ചുതരാം. ദേശാഭിമാനിയുടെ വാർത്തയാണല്ലോ. ശരി, ദേശാഭിമാനി ഇങ്ങനെ കൊടുക്കുള്ളൂ. പണം പൊടി പൊടിക്കുന്നു, അത് ശരിയായ വാർത്തയല്ല. പണം പൊടി പൊടിക്കുന്നൊന്നുമില്ല, ആ വാർത്ത കൊടുക്കരുത്. മന്ത്രിമാരുടെ ഓഫീസിലേക്ക് ടവല് തോർത്താൻ, ഇങ്ങനെ ടവല് ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലല്ലോ, ഇങ്ങനെ ടവൽ ഉണ്ടാവില്ലേ, ഇങ്ങനെ ഒന്ന് വേർപ്പ് തുടയ്ക്കാനും നമ്മുടെ ഇതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ ഇടാനുള്ള ടവലില്ലേ, ആ ടവലൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് 1.61 ലക്ഷം, അങ്ങനെയല്ല പറയേണ്ടത്, വെറും 1.61 ലക്ഷം റുപ്യ മാത്രമാണ്, ഒരു ചില്ലറ പൈസ.
അന്ന് 1.61 ഉറുപ്പ്യ മാത്രമേ ചെലവഴിച്ചിട്ടുള്ളൂ, ലക്ഷം ഉറുപ്പ്യ മാത്രമേ ചെലവഴിച്ചിട്ടുള്ളൂ. കോടിയൊന്നുമല്ലല്ലോ ടവല് വാങ്ങിക്കാൻ വേണ്ടിയിട്ടേ, കോടികളൊന്നുമല്ലല്ലോ, വെറും 1.61 ലക്ഷം ഉറുപ്പ്യ മാത്രമേ ചെലവഴിച്ചിട്ടുള്ളൂ. ഇതിനെ ദേശാഭിമാനി വിളിക്കുന്ന പണം പൊടി പൊടിക്കുന്നു എന്നാണ്. അതെനിക്ക് ഇഷ്ടാവുന്നില്ല. അങ്ങനെ പറയാൻ പാടില്ല. UDF ഗവൺമെന്റ് ഭരിക്കുമ്പോൾ അങ്ങനത്തെ വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. അതെന്താ ദേശാഭിമാനിക്ക് മനസ്സിലാവാത്ത? ശരിക്കും അവിടെ ഉപയോഗിക്കേണ്ടത് പണം ഉപയോഗിക്കുന്നു, പിന്നെ പണം ഉപയോഗിക്കാനല്ലേ. തുച്ഛമായ തുക കൊണ്ട് ടവൽ വാങ്ങിക്കുന്നു, അതാണ് നല്ലത്. ദേശാഭിമാനി കേൾക്കണം. തുച്ഛമായ തുക കൊണ്ട് ടവൽ വാങ്ങിക്കുന്നു. പോണ വഴിക്ക് അവിടെ ഇവിടെയൊക്കെ വീണ പൈസ ഒക്കെ പെറുക്കി കൂട്ടിയപ്പോൾ പിണറായി വിജയൻ പോകുമ്പോഴേ പലതൊക്കെ തട്ടിയിട്ടാ പോയേ. അപ്പൊ അതാ ഒരു കുട്ടിയെ കിട്ടിയ കുറച്ച് തുക കൊണ്ട് ടവൽ വാങ്ങിക്കുന്നു. ഇതിന് ആർഭാടമെന്ന് വിളിക്കരുത് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ. അങ്ങനെ വിളിക്കാൻ പാടില്ല. ടവല് മാറ്റണ്ടേ? കൊറോണ ഒക്കെ കഴിഞ്ഞല്ലേ? അതും പിണറായി വിജയന്റെ കാലഘട്ടത്തിൽ ടവൽ എന്നെ ഇവന്മാരൊക്കെ ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? അത് ശരിയല്ലെന്ന്. പുതിയ മന്ത്രിമാരാണ്, അപ്പൊ പുതിയ ടവൽ ആവശ്യപ്പെടും. അതൊക്കെ വേണം, അതൊക്കെ ഒരു ഇതിന്റെ ഭാഗമാണ്. ഇതൊന്നും ചർച്ചയാക്കാനേ പാടില്ല. സനൂപ് താവ അടക്കമുള്ള ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊന്നും ചർച്ചയാക്കാനേ പാടില്ല. നമുക്ക് എന്തൊക്കെ ചർച്ച ചെയ്യാനുണ്ട്? സ്ത്രീ സുരക്ഷയുടെ ഭാഗമായിട്ട് 1000 രൂപ മാസം കിട്ടാനുണ്ട്, അത് കിട്ടിയൊന്ന് ചർച്ച ചെയ്യണം അല്ലേ? ഇപ്പൊ എന്താണ്, ആ വീട് പണിക്ക് കൊടുക്കുന്ന ഒരു പദ്ധതി ഉണ്ട്, അത് ഒഴിവാക്കിയൊന്ന് കൃത്യമായിട്ട് ചർച്ച ചെയ്യണം. പിന്നെന്താണ്, അങ്ങനെയൊക്കെ പലതും. ആ ഗേറ്റ് തുറന്നൊന്ന് ചർച്ച ചെയ്യണം. തുറക്കാത്ത ഗേറ്റ് അല്ലേ, അത് ചർച്ച ചെയ്യണം. എന്തൊക്കെ ചർച്ചയുണ്ട്? ചില്ലിട്ട വാതിലിൽ വന്നു നിൽക്കാം ഞാൻ, മെല്ലെ തുറന്നു തരാമോ, മെല്ലെ തുറന്നു തരാമോ, ചില്ലിട്ട വാതിലിൽ. എന്തല്ലേ. അപ്പൊ ബൈ.